ഹലോ ഏതോട്ടിൻ്റെ അകത്ത് നല്ല സുഖമായിട്ട് കിടന്നുറങ്ങി. റൂമിലെ ടെമ്പറേച്ചർ ഒക്കെ ഓട്ടോമാറ്റിക്കലി ആയിരുന്നു അഡ്ജസ്റ്റ് ആവുന്നുണ്ടായിരുന്നത്. അവിടുന്ന് നേരെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് ഇവന്റ് സ്റ്റാർട്ട് ആവാറായതുകൊണ്ട് ഞങ്ങൾ വെന്യൂ ഒന്ന് കാണാനായിട്ട് പോയി. അവിടെ എത്തിയപ്പോൾ ഏതോട്ടൻ ലൈറ്റ്സ് ഒക്കെ കണ്ടതിന് സന്തോഷത്തിൽ ഭയങ്കര കയ്യടിയും ആഘോഷമൊക്കെ ആയിരുന്നു. അവിടുന്ന് നേരെ നമ്മൾ സ്ഥിരം പോകാറുള്ള പോലെ ഒരു വാക്കിങ്ങിന് പോയി. കുട്ടികളൊക്കെ അവിടെ കളിക്കുന്ന കാണാം കേട്ടോ, മോഡേൺ സൈക്കിളൊക്കെ ഉപയോഗിച്ച്. നമ്മുടെ നാട്ടിൽ ഇത് ഞാൻ കണ്ടിട്ടുണ്ടെങ്കിലും ഇവിടെ വന്നപ്പോഴാണ് യൂസ് ചെയ്തിട്ടൊക്കെ കാണുന്നത്. എന്നിട്ട് അപ്പ വർക്കിന് പോയി ഞാനും ഏതോട്ടിനും റൂമിൽ വന്നിരുന്നിട്ട് ഏതോട്ടിന് എങ്ങനെയെങ്കിലും സമയം ചിലവാക്കാൻ വേണ്ടി അവൻ്റെ കൂടെ ഇരുന്ന് കുറച്ചു നേരം കളിച്ചു. നമുക്ക് കുറച്ചധികം മണിക്കൂർ ട്രാവലിംഗ് ഉള്ളതുകൊണ്ട് ഞാൻ കുറച്ച് ടോയ്സ് ഒക്കെ ഓൾറെഡി ബാഗിലാക്കി കരുതിയിട്ടുണ്ടായിരുന്നു. അത് വെച്ചിട്ടായിരുന്നു അവൻ്റെ കളി. അമ്മയും മോനും അങ്ങനെ നന്നായി കളിച്ച് അത് കഴിഞ്ഞ് സുഖമായിട്ട് കിടന്നുറങ്ങി. അവിടുന്ന് നേരെ ഇവനെ കൊണ്ട് വീണ്ടും വാക്കിങ്ങിന് പോയി. ഇവന്റിന്റെ സമയം ആയതുകൊണ്ട് നമുക്ക് അങ്ങനെ പുറത്തേക്കൊന്നും കറങ്ങാനായിട്ട് പോകാൻ പറ്റില്ല. അപ്പോൾ ആകെ നമുക്ക് ചെയ്യാൻ പറ്റുക ഇവനെ കൊണ്ട് താഴെ ഇങ്ങനെ കളിക്കാൻ പോകലാണ്. അവിടെ ഫുൾ ടൈം ആൾക്കാരുള്ളതുകൊണ്ട് ഇവനും അങ്ങനെ ബോറടിക്കില്ല. ഇവൻ അവിടെ എത്തിക്കഴിഞ്ഞാൽ ആരെങ്കിലും ഒക്കെ ഇവൻ്റെ അടുത്ത് സംസാരിക്കാനോ അല്ലെങ്കിൽ എടുക്കാനോ ഒക്കെ വരും. അവിടെ നമ്മൾ നേരെ പോയതൊരു ബേക്കറിയിലോട്ടാണ് കേട്ടോ. നമ്മുടെ തൊട്ടടുത്ത് തന്നെയായിരുന്നു സ്ഥലം. അവിടുത്തെ കേക്കുകൾ ഒരു രക്ഷയില്ല. നല്ല ഫ്രഷ് ഫ്രൂട്ട്സ് വെച്ചിട്ടും ഓരോ തീമിലും ചോക്ലേറ്റ്സിലൊക്കെ അവർ കേക്ക് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന കാണണം. ഒരു പ്രത്യേക ഭംഗി തന്നെയായിരുന്നു അത് കാണാനായിട്ട്. ആ പച്ച കളറുള്ളതൊക്കെ ഗ്രേപ്സ് ആണ്. എനിക്ക് ഇപ്പോഴും ആ ഗ്രേപ്സിന്റെ ടേസ്റ്റ് ഓർമ്മയുണ്ട്. ഇതുപോലെ ഫ്രഷ് ഫ്രൂട്ട്സ് വെച്ചിട്ടുള്ള കേക്കുകൾ ഞാൻ സത്യം പറഞ്ഞാൽ കണ്ടിട്ടില്ല കേട്ടോ. പിന്നെ അതുപോലെ എനിക്ക് അവിടെ എത്തിയിട്ട് ഇഷ്ടപ്പെട്ട ഒന്നായിരുന്നു ക്രീം ബണ്ണ്. ഞാൻ ആദ്യം കഴിച്ച് പിന്നെ വീണ്ടും വീണ്ടും വാങ്ങിച്ചതായിരുന്നു. കൊറിയയിൽ പോയി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും മസ്റ്റ് ബൈ ആണ് അവിടുത്തെ ക്രീം ബണ്ണ്. അതുപോലെ തന്നെ അവിടുത്തെ ഈ ബേക്കറികൾ കാണാനായിട്ട് ഒരു പ്രത്യേക രസമാണ് കേട്ടോ. നല്ല ഭംഗിയിലാണ് അവർ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുള്ളത്. അത് കഴിഞ്ഞ് നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് പോയി. അവിടെ എത്തിയപ്പോൾ ഏതോ ഒരു ടൈപ്പ് എല്ലാവരും കൊടുത്തിട്ടുണ്ടായിരുന്നു. അവനത് വെറുതെ വായിൽ വെച്ചിട്ട് എക്സ്പ്രഷൻ ഇടാം. അതിന്റെ പേരെന്താന്ന് പോലും എനിക്കറിയത്തില്ല. എല്ലാം പുതിയ എക്സ്പീരിയൻസ് ആക്കിയിട്ട് എൻജോയ് ചെയ്തു. ബീഫ് ആയിരുന്നു നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നേ. പിന്നെ മഷ്റൂമും അത് ഏതോട്ടിന് വേണ്ടിയിട്ടായിരുന്നു. കൊറിയയിൽ എത്തിയിട്ട് നമുക്കുണ്ടായിരുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം ലാംഗ്വേജ് ബാരിയർ ആയിരുന്നു. അതായത് അവിടെ കൂടുതൽ എല്ലാവരും ലോക്കൽ ലാംഗ്വേജ് ആണ് സംസാരിച്ചിരുന്നത്. പിന്നെ നമ്മൾ ട്രാൻസ്ലേറ്റർ യൂസ് ചെയ്തിട്ട് സംസാരിക്കാനായിട്ട് തുടങ്ങി. ഏതോട്ടിനാണെങ്കിൽ നടക്കാൻ പോയി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഏതെങ്കിലും പട്ടിക്കുട്ടികൾ അവൻ്റെ അടുത്തേക്ക് വരും, അല്ലെങ്കിൽ അവൻ അങ്ങോട്ടേക്ക് പോകും. എല്ലാവരും ഇവനെ കണ്ട് അവിടെ നിൽക്കും. അതായിരുന്നു സ്പെഷ്യാലിറ്റി. പിന്നെ നമ്മുടെ തൊട്ടടുത്ത് തന്നെ ഇതുപോലെ ഇങ്ങനെ കളിക്കുന്ന ഒരു സ്ഥലം ഉണ്ടായിരുന്നു കേട്ടോ. അതായത് ഈ ടോയ്സിനെ പിക്ക് ചെയ്തെടുക്കുന്ന പരിപാടി. ഞാൻ കുറേ ടോയ്സ് നോക്കി വെച്ചിട്ടുണ്ട്. അത് ഞാൻ പിന്നീട് എടുത്തു. അത് ഞാൻ അടുത്ത വീഡിയോയിൽ കാണിച്ചു തരാം. പിന്നെ രാത്രിയപ്പോൾ ഏതോട്ടിനെ നേരെ റൂമിലോട്ട് കൊണ്ടുപോയി കുറച്ച് നേരം അവനെ ടയേർഡ് ആക്കാൻ വേണ്ടിയിട്ട് അവിടെ വെച്ച് കളിപ്പിച്ച് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ അവൻ സുഖമായിട്ട് കിടന്നുറങ്ങി. ബാക്കി അടുത്ത വീഡിയോയിൽ പറയാവേ. അപ്പോൾ ടാറ്റാ.